അസ്സലാമു അലൈക്കും. നമ്മളിന്ന് കോർഫക്കാനുള്ള പപ്പായ ഫാമിലേക്കാണ് പോകുന്നത്. നല്ല രസമുള്ള സിഗ്സാക്ക് വഴികളും ടണലും ഒക്കെ ആയി നല്ല രസമായിരുന്നു യാത്ര. അങ്ങനെ നമ്മൾ കോർഫക്കാനിലെത്തി. മാവ് പൂത്ത് നിൽക്കുന്നതാണ്, നല്ല രസമായിരുന്നു. പിന്നെ ഈന്തപ്പഴത്തോട്ടം നമുക്കറിയാലോ, അവിടെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു. നമ്മൾ തോട്ടത്തിലേക്ക് കടന്നപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. നമ്മൾ നാട്ടിൽ കണ്ടിട്ടല്ലോ ഒരു ലെമൺ പഴുത്ത് നിൽക്കുന്നു, അത് പൊട്ടിച്ചു. നല്ല രസമല്ലേ കാണാൻ. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല, താഴത്ത് നമുക്ക് കൈ കൊണ്ട് പൊട്ടിക്കാം, അത്രയും ഹൈറ്റേ ഉള്ളൂ. നല്ല രസമായിരുന്നു ഇങ്ങനെ കാണാൻ. പിന്നെ പഴുത്ത് നിൽക്കുന്ന സ്ഥലങ്ങൾ ഇവർക്ക് അറിയാമായിരുന്നു, അവരെന്നെ പൊട്ടിച്ചു തരും. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ പൊട്ടിക്കാം, നമ്മൾ പൊട്ടിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് പൊട്ടിക്കാൻ സമ്മതിക്കാം. അങ്ങനെ ഞാനും പൊട്ടിച്ചു ഒരു പപ്പായ. നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ ഫിഗിൻ്റെ തോട്ടം ഉണ്ടായിരുന്നു, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ അതൊക്കെ ചുറ്റിക്കണ്ട് നടന്നു, നല്ല രസമായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയതിൻ്റെ എല്ലാ ദിവസം അവരത് കംപ്ലീറ്റ് പഴുത്തൊക്കെ പൊട്ടിച്ചിരുന്നു. ഞാൻ പഴുത്തത് ഏതാണെന്ന് അറിയാതെ കുറേ ചുറ്റി നടന്നു നോക്കി. ഈ കളർ കണ്ടപ്പോൾ അത് പഴുത്തതാന്ന് വിചാരിച്ചിട്ട് പൊട്ടിച്ചു. പക്ഷെ അത് പഴുത്തിട്ടില്ലായിരുന്നു, കളറ് മാത്രം മൂത്തിട്ടുണ്ടെന്നുള്ളത്. പഴുക്കാനാകുമ്പോൾ ഇവരിതുപോലെ ഇങ്ങനെ പൊതിഞ്ഞു വെക്കും, അല്ലെങ്കിൽ പക്ഷികൾ വന്നിട്ട് കൊത്തിക്കൊണ്ട് പോകും. അതുകൊണ്ടാണ്. അപ്പോൾ പഴുത്താലും അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അയാൾ വന്നിട്ട് എനിക്ക് കാണിച്ചു തന്നു ഒരെണ്ണം പഴുത്തത്. അത് ഞാൻ പൊട്ടിച്ചു. എന്നാലും കണ്ടോ, ഒരെണ്ണം നല്ല പഴുത്ത് കിട്ടി, തൊടുമ്പോൾ തന്നെ പൊട്ടിപ്പോയിരുന്നു. നല്ല മധുരമായിരുന്നു കേട്ടോ, അടിപൊളി. ഓർഗാനിക് അല്ലേ. പിന്നെ അവിടെ എല്ലാ മരങ്ങളൊക്കെ ഒന്ന് കണ്ട്, കുറേ ഒരു മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. അവിടുന്ന് ഒരു ഫിഗിൻ്റെ മരം വാങ്ങിയിട്ട് ഞാൻ പോന്നു. നല്ല രസമുള്ള യാത്രയായിരുന്നു, അടിപൊളി വ്യൂ ആണ്. എല്ലാവരും പറ്റുമെങ്കിൽ കോർഫക്കാനിലൊക്കെ ഒന്ന് പോവാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.